അഴിമതി കേസുകളിൽ മാപ്പ് ചോദിച്ച് നെതന്യാഹു. അഴിമതി കുറ്റം ചുമത്തി വിചാരണ നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദീർഘകാലമായി നിലനിൽക്കുന്ന കേസുകൾ രാജ്യത്തെ ശിഥിലമാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷ സമർപ്പിച്ചതായി ഞായറാഴ്ച പ്രഖ്യാപിച്ചു. നടപടിക്രമങ്ങളിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് നിഷേധിച്ച നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് കത്തെഴുതിയിരുന്നു. നെതന്യാഹു തന്റെ അഴിമതി വിചാരണകളിൽ നിന്ന് മോചനം തേടി പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് ഔദ്യോഗികമായി മാപ്പപേക്ഷ സമർപ്പിച്ചതായി പ്രസിഡന്റിന്റെ വസതി സ്ഥിരീകരിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ അഭിഭാഷകൻ അമിത് ഹദാദ് സമർപ്പിച്ച 111 പേജുള്ള ഹർജിയും പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ കത്തും പ്രസിഡന്റ് ഓഫീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർണായക സമയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് തന്റെ മുഴുവൻ ശ്രദ്ധയും രാജ്യത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നും മാപ്പ് നൽകുന്നത് പൊതുജന വിഭാഗങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ പരിഹരിച്ച് ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും ഹർജിയിൽ ഹദാദ് വാദിക്കുന്നു. ഹദാദിന്റെ അപേക്ഷ പ്രസിഡന്റ് വസതിയിലെ നിയമവകുപ്പിന് കൈമാറിയതായി ഹെർസോഗിന്റെ ഓഫീസ് അറിയിച്ചു. നീതിന്യായ മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രസക്ത അധികാരികളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷം ശുപാർശകൾ ഹെർസോഗിന്റെ നിയമ ഉപദേഷ്ടാവിന് അയക്കും. ഇസ്രായേൽ നിയമപ്രകാരം കോടതികൾ ശിക്ഷിച്ച വ്യക്തികൾക്ക് മാപ്പ് നൽകാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. എന്നാൽ അസാധാരണമായ കേസുകളിൽ വിചാരണ അവസാനിക്കുന്നതിന് മുൻപ് പോലും പൊതു താൽപര്യം മുൻനിർത്തി മാപ്പ് പരിഗണിക്കാവുന്നതാണ്. ഇതൊരു അസാധാരണ അഭ്യർത്ഥനയാണെന്നും അതിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും തിരിച്ചറിയുന്നതായും എല്ലാ അഭിപ്രായങ്ങളും ലഭിച്ച ശേഷം പ്രസിഡന്റ് ഉത്തരവാദിത്തത്തോടെ അപേക്ഷ പരിഗണിക്കുമെന്നും ഹെർസോഗിന്റെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിനെതിരെ 3 വ്യവസ്ഥ അഴിമതി കേസുകളിലായി ഒരു കൈക്കൂലി കുറ്റവും വഞ്ചന, വിശ്വാസവഞ്ചന എന്നീ 3 വീതമുള്ള കുറ്റങ്ങളുമാണ് ചുമത്തിയിട്ടുള്ളത്. 2020 ആരംഭിച്ച അദ്ദേഹത്തിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഹെർസോഗിന് കത്തെഴുതിയതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ കുറ്റം സമ്മതിക്കുക എന്നതാണെങ്കിൽ അഴിമതി വിചാരണയ്ക്ക് താൻ മാപ്പ് ചോദിക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ നടപടി രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അപേക്ഷയിൽ പ്രതിഷേധിച്ച് ടെൽ അവീവിലെ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ വീടിന് പുറത്ത് രോഷാകുലരായ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. കുറ്റം സമ്മതിക്കുകയോ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ 76-കാരനായ നെതന്യാഹു ദീർഘകാലമായി തുടരുന്ന അഴിമതി വിചാരണയിൽ പ്രസിഡന്റിന്റെ മാപ്പ് തേടി മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതിഷേധം ഉയർന്നത്. ഒരു പ്രതിഷേധക്കാരൻ ഓറഞ്ച് ജയിൽ ശൈലിയുള്ള ജംസ്യൂട്ട് ധരിച്ച് നെതന്യാഹുവിന്റെ വേഷം ധരിച്ചു. മറ്റുള്ളവർ ഒരു വലിയ വാഴപ്പഴ കൂമ്പാരത്തിനും അതിൽ ക്ഷമിക്കണമെന്ന് എഴുതിയ ഒരു ബോർഡിനും പിന്നിൽ നിന്നും. ഈ രാജ്യത്തെ എങ്ങനെ കീറിമുറിച്ചു എന്നതിന് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ വില നൽകാതെ തന്റെ വിചാരണ പൂർണ്ണമായും റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രമുഖ സർക്കാർ വിരുദ്ധ ആക്ടിവിസ്റ്റ് ഷിക്മ ബ്രിസ്ലർ പറഞ്ഞു, ഇസ്രായേലിലെ ജനങ്ങൾക്ക് എന്താണ് അപകടത്തിലാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നെതന്യാഹു കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ഉൾപ്പെടെ 3 വ്യത്യസ്ത അഴിമതി കേസുകളിൽ 5 വർഷമായി വിചാരണ നേരിടുകയാണ്. ഒരു കേസിൽ രാഷ്ട്രീയ ആനുകൂല്യങ്ങൾക്കായി ശതകോടീശ്വരന്മാരിൽ നിന്നും $26 ലക്ഷം കൂടുതൽ വില വരുന്ന സിഗാർ, ആഭരണങ്ങൾ, ഷാംപെയിൻ തുടങ്ങിയ ആഡംബര വസ്തുക്കൾ സ്വീകരിച്ചതിന് നെതന്യാഹുവും ഭാര്യ സാറയും കുറ്റക്കാരാണ്. മറ്റ് 2 കേസുകളിൽ 2 ഇസ്രായേലി മാധ്യമങ്ങളിൽ നിന്നും കൂടുതൽ അനുകൂലമായ കവറേജ് നൽകാൻ ശ്രമിച്ചതിനും അദ്ദേഹത്തിനെതിരെ കുറ്റമുണ്ട്. നെതന്യാഹു കുറ്റങ്ങൾ നിഷേധിക്കുന്നുണ്ട്. കൂടാതെ നിയമ നടപടികൾ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെടുന്നതിന് കാരണമാകുമെന്നും പ്രധാനമന്ത്രി ഇപ്പോഴും വിശ്വസിക്കുന്നുവെന്ന് പ്രസിഡന്റിന്റെ ഓഫീസിന് അയച്ച 11 പേജുള്ള കത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.